നമ്മൾ വീണ്ടും കണ്ണൂർ പയ്യാമ്പലത്ത് കടലിൽ വീണ് കാണാതായവരുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്ക് കൂടി പോവുകയാണ്. ഈ ഒഴുക്കിൽപ്പെട്ട് 3 പേരും മരിച്ചു എന്നാണ് പുതുതായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ. ഒഴുക്കിൽപ്പെട്ട 3 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട്. കുളിക്കാനിറങ്ങിയ ബംഗളൂരു സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. നിഖിൽ അളവൂർ വിവരങ്ങളുമായിട്ടുണ്ട്. നിഖിലെ, സങ്കടമാണ് വിവരങ്ങൾ. ചെയ്തു. ഏതായാലും മത്സ്യത്തൊഴിലാളികളുടെ സഹകരണത്തോടു കൂടി അവരുടെ സഹായത്തോടെ നടത്തിയ വല എറിഞ്ഞുള്ള ഒരു പരിശോധനയായിരുന്നു ഏറ്റവും അവസാനം ഉണ്ടായിരുന്നത്. ആ പരിശോധനയിലാണ് ഇപ്പോൾ 3ാമത്തെ ആൾ അഫ്രാസിന്റെ മൃതദേഹം അല്പസമയം മുൻപ് കടലിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് ആ മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ഇന്ന് ഒരു 11 മണിയോടുകൂടിയാണ് ബംഗളൂരുവിൽ നിന്നുള്ള മെഡിക്കൽ വിദ്യാർത്ഥികൾ കണ്ണൂർ പയ്യാമ്പലത്ത് കടലിൽ കുളിക്കാനിറങ്ങുകയും 8 പേരടങ്ങിയ സംഘത്തിൽ 3 പേർ കടലിൽ ഒഴുക്കിൽപ്പെടുകയും ചെയ്തത്. 2 പേരെ നേരത്തെ കരക്കെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നെങ്കിലും അവരുടെ മരണം സംഭവിച്ചിരുന്നു. ഇപ്പോൾ 3ാമത്തെ ആളുടെ മൃതദേഹം കൂടി കിട്ടിയിരിക്കുകയാണ്. പയ്യാമ്പലം ബീച്ചിനോട് ചേർന്നുള്ള റിസോർട്ടിൽ എത്തിയതായിരുന്നു ഇവർ. ഇന്ന് അതിനുശേഷം ഇവിടെ കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. ബംഗളൂരുവിലെ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഈ 8 പേരും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശരി, നിഖിൽ അളവൂറാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.